എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ആദ്യമായാണ് മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഞങ്ങൾ കേസ് കൊടുത്തിരിക്കുന്നത്. UGC വെബ്സൈറ്റിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ പബ്ലിക് നോട്ടീസായി വരണം, വിദ്യാർത്ഥിയുടെ ഡിഗ്രി അംഗീകരിച്ചുകൊണ്ട്. ആ രീതിയിലാണ് ഞങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് റെസ്പോണ്ടൻ്റായിട്ട് വരുന്നത് UGC, തേർഡ് റെസ്പോണ്ടൻ്റായിട്ട് വരുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ. സുപ്രീം കോടതിയിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ ഓർഡറാണ് നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. UGC ചട്ടങ്ങൾ എല്ലാ സർവകലാശാലകൾക്കും ബാധകമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ന്യൂസിൽ നോക്കൂ, UGCയെ സപ്പോർട്ട് ചെയ്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിൽ UGC എഗെയിൻസ്റ്റ് ആയിട്ട് 28 പെറ്റീഷനേഴ്സ് കേസ് നോക്കുമ്പോൾ തന്നെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ ഏത് രീതിയിലും വന്നേക്കാം. യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഈ അവസ്ഥയിൽ സുപ്രീം കോടതി ചിലപ്പോൾ UGCയോടൊപ്പമായിരിക്കും നിൽക്കുന്നത്. വിധി അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. വിദ്യാർത്ഥികൾ കൊടുത്ത കേസ് അതിൽ നിന്നും വ്യത്യാസമാണ്. അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് മാത്രം അംഗീകാരം കിട്ടണമെന്നും UGC സൈറ്റിൽ യൂണിവേഴ്സിറ്റി വരാനുമുള്ള നീണ്ട 3 വർഷത്തെ പോരാട്ടത്തിലാണ് ഞങ്ങൾ മദ്രാസ് ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തത്. കോടതി പരിഗണിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതൊരു പോസിറ്റീവായ ന്യൂസാണ്. സുപ്രീം കോടതിയിൽ ഇതേ കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കാര്യങ്ങളെല്ലാം സ്പീഡപ്പായിട്ട് നടക്കണമെങ്കിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലുള്ളവർ എല്ലാം ഫണ്ട് തരേണ്ടതാണ്. അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഇടഞ്ഞു പോകുന്നതായിരിക്കും. വൈകിപ്പോകും തോറും നമ്മുടെ സാധ്യത മങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ഒറ്റയ്ക്ക് കേസ് പറയാൻ പോവുക, ലക്ഷങ്ങൾ മുടക്കി. ഇതോടൊപ്പം ഞാൻ പറയുകയാണ്. അതേപോലെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, സുപ്രീം കോടതി സംബന്ധിച്ച് ഫണ്ട് തന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. ആ സ്റ്റുഡൻസിന് മാത്രമേ നിലവിലെ ലേറ്റസ്റ്റ് വിവരങ്ങൾ, കോടതി നടപടിക്രമങ്ങളും UGC സംബന്ധിച്ച കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ പറയുകയുള്ളൂ.